നമസ്കാരം. ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ കുടുംബത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ വിട്ടുവീഴ്ച മനോഭാവം എല്ലാ പ്രകാരത്തിലും വന്നു ചേരണം. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കാണെങ്കിലും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറേണ്ടതാണ്. പണം കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക, സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നിവ യാതൊരു കാരണവശാലും ഈ മാസത്തിൽ അരുതാത്തതാണ്. വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. പൊതുവെ തൊഴിലവസരം വന്നു ചേരുമെങ്കിലും നിലവിൽ നിന്നും രാജിക്കത്ത് നൽകുവാനുള്ള സാധ്യത ഇല്ലാത്തതിനാൽ, അതിൽ നിന്നും സാധിക്കാത്തതിനാൽ മറ്റൊരു ഉദ്യോഗത്തിൽ പ്രവേശിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. വാഗ്വാദങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് വഴി, ആത്മസംയമനം സ്വീകരിക്കുന്നത് വഴി ഒരു പരിധിവരെ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കുവാൻ സാധിക്കും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഏതൊരു കാര്യവും വളരെ ശ്രമകരമെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകളെ പരിഹരിക്കുവാൻ കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനുള്ള യോഗം കാണുന്നുണ്ട്. മാനസികമായിട്ടുള്ള പല വിധത്തിലുള്ള വിഭ്രാന്തി വർദ്ധിക്കുന്നത് വഴി വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടുവാനും ആത്മീയ ചിന്തകളോടുകൂടി ഉള്ള സമീപനം വേണ്ടി വരുവാനും യോഗമുണ്ട്. അസുഖങ്ങളൊക്കെ ചെറിയ തോതിൽ ശസ്ത്രക്രിയയും പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികളും ആയുർവേദ ചികിത്സയും തുടങ്ങി വയ്ക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. വിദേശത്ത് താമസിക്കുന്നവർക്ക് അവിചാരിതമായിട്ട് ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള യോഗം കാണുന്നുണ്ട്. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ യന്ത്ര തകരാറ് സംഭവിക്കുന്നത് വഴി ഉൽപാദന മേഖലകളെ പ്രതികൂലമായിട്ട് ബാധിക്കും. നിശ്ചയിച്ച കാര്യങ്ങൾക്കെല്ലാം വ്യതിചലനം വന്നു ചേരും. വളരെ ശ്രദ്ധയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി, ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ഗുരുകാരണവന്മാരും മാതാപിതാക്കളും നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചും കൊണ്ടും ഏതൊരു കാര്യത്തെയും സമീപിക്കേണ്ടതാണ്. ഇതാണ് ഉത്തര നക്ഷത്രക്കാരുടെ ഈ ഏപ്രിൽ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.